ഹായ് ഫ്രണ്ട്സ്, ബോഗൻവില്ല സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളേക്ക് ശേഷം വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയാണ് ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സീസൺ ലാസ്റ്റ് ആയപ്പോൾ ന്യൂ വെറൈറ്റി കവർ സൈസ് പ്ലാന്റുകളെല്ലാം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. നല്ല വെറൈറ്റി പ്ലാന്റുകളൊന്നും സെയിലിനായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അന്ന് പ്ലാന്റുകൾ കൊണ്ടുവരാതിരുന്നത്. ഇപ്പോൾ കുറച്ച് ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള വെറൈറ്റീസ് സെയിലിനായിട്ട് നമുക്ക് എത്തിയിട്ടുണ്ട്. സെയിൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ബോഗൻവില്ലകൾ കണ്ടോ? ഞാൻ ഇവയെല്ലാം എൻ്റെ വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ താഴെയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം വെയിൽ കിട്ടും, എന്നാൽ മഴയൊന്നും കൊള്ളാറില്ല. അതുകൊണ്ട് തന്നെ ഇവയിലെല്ലാം കുറേശ്ശെയൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ മഴക്കാലത്ത് ഞാൻ യാതൊരു ഫെർട്ടിലൈസറും ബോഗൻവില്ലക്ക് കൊടുക്കാറില്ല. മാസത്തിൽ ഒരു പ്രാവശ്യം സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അത് മാത്രമാണ് ഞാൻ ഈ മഴക്കാലത്ത് ഇവക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇതുപോലെ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലൂടെ വേരുകളിലുള്ള ചീച്ചിലും അതുപോലെ തണ്ടുകളിലും ഇലകളിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം തടയാൻ സഹായിക്കും. പ്ലാന്റിന് യാതൊരു പ്രശ്നവും ഇല്ലെങ്കിലും ഇങ്ങനെ മാസത്തിലൊരിക്കൽ സാഫ് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് പ്ലാന്റ് ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ DTDC കൊറിയർ വഴിയാണ് പ്ലാന്റുകൾ കൊറിയർ ചെയ്യുന്നത്. ആഴ്ചയിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും പ്ലാന്റുകൾ അയച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എത്തിയ കുറച്ച് പ്ലാന്റുകളാണ്, കുറച്ച് അധികം പ്ലാന്റുകൾ നമുക്ക് എത്തിയിട്ടുണ്ട്. ഒരു 10-12 വെറൈറ്റിയോളം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകളുടെ ലിസ്റ്റും വിലയും ഞാൻ കാറ്റലോഗായിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള പ്ലാന്റുകൾ. ഒരു 12 വെറൈറ്റി പ്ലാന്റുകളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് വെറൈറ്റി പ്ലാന്റ് ഗോൾഡൻ മാവുമാണ്. ഗോൾഡൻ മാവിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതിൻ്റെ വില 300 രൂപയാണ്. മഴക്കാലത്ത് പോലും നന്നായിട്ട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ് ഗോൾഡൻ മാവു. യെല്ലോ കളറായിരിക്കും. നല്ല വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ യെല്ലോ കളറായിരിക്കും അതിൻ്റെ ലീഫുകളൊക്കെ. റെഫറൻസ് പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില 300 രൂപയാണ്. കഴിഞ്ഞ സീസണിലേക്കെല്ലാം ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്. ലാസ്റ്റ് ആയപ്പോൾ നമുക്ക് ഈ പ്ലാന്റുകൾ തികയാതെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പ്ലാന്റുകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ നമുക്ക് സെയിലിന് ആയിട്ട് ലഭിക്കാത്തൊരു പ്ലാന്റാണ് SSB പർപ്പിൾ. ഈ ഒരു സൈസിലുള്ള SSB പർപ്പിളിൻ്റെ പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വില 350 രൂപയാണ്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ബുഷി പ്ലാന്റുകളാണ് SSB പർപ്പിൾ ഉള്ളത്. ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അടുത്ത ഒരു വെറൈറ്റി പ്ലാന്റാണ് ടാഗ്ലോൺ റെഡ് വെരിഗേറ്റഡ്. ആദ്യമായിട്ടാണ് നമ്മൾ ടാഗ്ലോൺ റെഡിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ വില 300 രൂപ. അടുത്ത വെറൈറ്റി എപ്പോഴും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ബട്ടർ കപ്പ്. ബട്ടർ കപ്പിൻ്റെ ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളുടെ വില 280 രൂപ. അടുത്ത വെറൈറ്റി പ്ലാന്റാണ് മാജിക് ഐസ്ക്രീം. മാജിക് ഐസ്ക്രീമിൻ്റെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതിൻ്റെ വില 300 രൂപയാണ്. വൈറ്റും പിങ്കും ഷെയ്ഡിൽ മിക്സായി വരുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് മാജിക് ഐസ്ക്രീമിന്. അടുത്ത പ്ലാന്റാണ് ബ്രിസ റെഡ്. എത്ര തന്നെ കൊണ്ടുവന്നാലും നമുക്ക് തികയാതെ വരുന്ന പ്ലാന്റുകളാണ് ഈ ബട്ടർ കപ്പും ബ്രിസ റെഡും ഒക്കെ. ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെയും വില 300 രൂപയാണ്. അടുത്ത പ്ലാന്റാണ് ഡെൽറ്റ യെല്ലോ. ഡെൽറ്റ യെല്ലോയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വില 280 രൂപ. അടുത്തതായിട്ട് ബ്രിസ പീച്ച്.
ബ്രിസ പീച്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വില 300 രൂപയാണ്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത പ്ലാന്റാണ് ക്രിസ്റ്റീനയുടെ ഈ ഒരു സൈസിലുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വില 250 രൂപ. അടുത്തത് അദർന റൂട്ടഡ് ആണ്. ഇതിൻ്റെ വില 250 രൂപ. അതുപോലെ നെക്സ്റ്റ് വെറൈറ്റി അർജുന റൂട്ടഡ് 230 രൂപയാണ്. നെക്സ്റ്റ് വെറൈറ്റി പ്ലാന്റ് ആണ് ഫോക്സ്ടെയിൽ റെഡ്. കഴിഞ്ഞ സീസണിൽ ഒരുപാട് പ്ലാന്റുകൾ സെയിലായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഫോക്സ്ടെയിൽ റെഡ്. ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ബിഗ് സൈസിലുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വില 450 രൂപ. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഈ ഒരു വീഡിയോയിൽ സെയിലിനായിട്ട് കാണിക്കുന്നത്. കുറച്ചധികം വെറൈറ്റികൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ നമ്മൾ കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും. എപ്പോഴും ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ കാറ്റലോഗും പ്രൈസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ പോട്ട് സൈസ് ആയിട്ടുള്ള ബുഷി പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ. നമ്മുടെ ഈ ചാനലിൽ പ്രധാനമായിട്ടും ബോഗൻവില്ലകളുടെ കെയറിങ്ങും സെയിൽ വീഡിയോയും അതുപോലെ ടിപ്സുമാണ് ഞാൻ വീഡിയോ ആയി ചെയ്യാറുള്ളത്. അപ്പോൾ ബോഗൻവില്ല ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.